السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت قبلهم. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കുക. കദ്ദബ യുകദ്ദിബു തക്ദീബൻ. കദ്ദബത് ഖബ്ലഹും, ഇവർക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്. ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത. ഖൗമ് ജനത, നൂഹിൻ്റെ ജനത അലൈഹി സ്വലാത്തു വസ്സലാം. ഫകദ്ദബു, അങ്ങനെ അവർ കളവാക്കി. അബ്ദന, നമ്മുടെ അടിമയെ അവർ കളവാക്കി. വഖാലു, അവർ പറയുകയും ചെയ്തു, മജ്നൂനുൻ, ഭ്രാന്തനാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നവർ പറഞ്ഞു. വസ്ദുജിറ, അദ്ദേഹം അകറ്റപ്പെടുകയും ചെയ്തു. ഇസ്ദജറ എന്ന് പറഞ്ഞാൽ ഐസജറ. ഇസ്ദജറ ഐസജറ. യസ്ദജിറു ഇസ്ദിജാറൻ, മാറി നിൽക്കുക, വിട്ടു നിൽക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വാർത്തകൾ അഥവാ തിന്മയിൽ നിന്ന്. അപ്പോൾ വസ്ദുജിറ അതിൻ്റെ മജ്ഹൂൽ വസ്നാണ്. വസ്ദുജിറ, അദ്ദേഹം അകറ്റപ്പെട്ടു, ആട്ടി ഓടിക്കപ്പെട്ടു.
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ പ്രവാചകൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമ് കളവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ റസൂലാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഇത് റിസാലത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കൽ ഇതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കൽ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീത്, ഒരു തഹ്ദീദ്, ഒരു തഹദീർ അതും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത കളവാക്കിയിട്ടുണ്ട്. ഫകദ്ദബു അബ്ദന, അങ്ങനെ അവർ നമ്മുടെ അടിമയെ കളവാക്കി. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നോട്ട് ചെയ്യാനുണ്ട്. അതിലൊന്ന്, തക്ദീബ് എന്നത്, കളവാക്കുക എന്നത് വമ്പിച്ച കുറ്റകൃത്യമാകുന്നു. മനുഷ്യരിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് അതെങ്ങനെ സംഭവിക്കുന്നു? അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരെ കൊണ്ടുവന്നത്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഇതെല്ലാം ചെയ്ത സ്രഷ്ടാവിനെ നിസ്സാരനായ സൃഷ്ടി തൻ്റെ സൃഷ്ടിപ്പിലോ തൻ്റെ ജനനത്തിലോ തൻ്റെ മരണത്തിലോ യാതൊരു പങ്കുമില്ല എന്ന് സ്വയം സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ കളവാക്കാൻ ധൈര്യം വന്നത്, പ്രവാചകന്മാരെ കളവാക്കാൻ ധൈര്യം വന്നത്? അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രവാചകന്മാരുടെ വിഷയത്തിലും വേദഗ്രന്ഥത്തിൻ്റെ വിഷയത്തിലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് തക്ദീബ്, കളവാക്കൽ. ഇത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ പോലും കാണപ്പെടുന്നു എന്നത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം തക്ദീബ് കൊണ്ട് സംഭവിക്കുന്നത് ഹൃദയങ്ങൾക്ക് മുദ്രവെക്കപ്പെടും എന്നുള്ളതാണ്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടുകയില്ല എന്നതാണ്. അതിനു പുറമെ വമ്പിച്ചതായ പരീക്ഷണങ്ങളും ശിക്ഷകളും ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കളവാക്കരുത്, പ്രവാചകനെ കളവാക്കരുത്. പ്രവാചകനെ കളവാക്കുന്ന വിഷയത്തിൽപ്പെട്ടതാണ് ഹദീസുകളെ നിഷേധിക്കൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നു, കേൾക്കുന്നവൻ പറയുന്നു അത് ശരിയല്ല. അതാണ് തക്ദീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ത്യനാളിൻ്റെ അടയാളമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. അപ്പോൾ ഒരാൾ പറയാണ്, അതൊന്നും അങ്ങനെ വിശ്വാസകാര്യത്തിൽപ്പെട്ടതൊന്നുമല്ല. അത് വിശ്വാസകാര്യത്തിൽ 5 കാര്യങ്ങളേ ഉള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം, അതേപോലെ തന്നെ ഖളാ ഖദറിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം. ഇങ്ങനെ 6 കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്നും ഈസാ നബി വരുമെന്നത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദജ്ജാൽ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദജ്ജാൽ വരും ലോകാവസാനത്തിന് അടയാളം. അപ്പോൾ ഒരാൾ പറയാം, അതൊന്നും അങ്ങനെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കേണ്ട ആവശ്യമില്ല, വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നബിയുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുമ്പോൾ അതെങ്ങനെയുണ്ടാകും? നബി ആകട്ടെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നില്ല. ആ നബിയോട് പറയുകയാണ്, ഇന്നെന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തൽക്കാലം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബാക്കി ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാമെന്ന് പറയുന്നത് ശുദ്ധമായ തക്ദീബാണ്. അത് നബി ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് നബിയുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ തന്നെയാണ് അത്തരം വിഷയത്തിലുള്ള കുറ്റമറ്റ ഹദീസുകൾ നമ്മുടെ കൈകളിൽ വന്നു കഴിഞ്ഞാൽ ആ ഹദീസുകളെ നിഷേധിക്കൽ, ഖുർആനിൽ പറയപ്പെട്ട മുഅ്ജിസാത്തുകളെ നിഷേധിക്കൽ. അതങ്ങനെയൊന്നുമല്ല, അതിങ്ങനെയായിരിക്കും, കാരണം സയൻസ് തെളിയിക്കാത്തതുകൊണ്ട്. ഇങ്ങനെ തുടങ്ങി തക്ദീബ് എന്നുള്ളത്, ഒരാളെ കളവാക്കുക എന്നത്, അതാകട്ടെ പ്രവാചകനാകുന്നു, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശവുമായി വന്ന ഒരു റസൂലിനെ കളവാക്കുക എന്നത് വമ്പിച്ച തെറ്റാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയപ്പെട്ട, കുഫറിൻ്റെ കൂടെ പറയപ്പെട്ട, അതിൻ്റെ പര്യായമായി പറയപ്പെട്ട വേർഡാണ് തക്ദീബ്, കളവാക്കുക. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഇവിടെ പറയുന്നത് ഫകദ്ദബു അബ്ദന, അവിടെ പ്രയോഗിച്ചു എൻ്റെ റസൂലിനെ എന്ന് പോലും പറയാതെ അബ്ദന, എൻ്റെ അടിമയെ നിഷേധിച്ചു. കാരണം
നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ റസൂൽ. ഇനി മുഴുവൻ റസൂലുകളാകട്ടെ, ആ റസൂലുകളൊന്നും തന്നെ സ്വന്തം നിലക്ക് ഒരാശയം കൊണ്ടുവന്നവരേയല്ല. മറ്റുള്ളവരെ പോലെ അള്ളാഹുവിൻ്റെ അടിമകളാണവർ. അള്ളാഹു അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകിയതിനെക്കുറിച്ച് പറഞ്ഞതും എന്താണ്? ഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന. എൻ്റെ അടിമയാണ്, ഞാൻ പറഞ്ഞയച്ചതാണ്. അതാണ് അബ്ദുഹു വ റസൂലു. ആദ്യം അബ്ദായിരുന്നു, പിന്നെ റസൂലായി തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമയാണ്, പക്ഷേ നാം ദിവ്യ സന്ദേശം നൽകിയിരിക്കുന്നു. ആ ദിവ്യ സന്ദേശം നൽകിയ നമ്മുടെ അടിമയെ അവർ കളവാക്കി. അതും അള്ളാഹുവിന് അവരോടുള്ള ഇഷ്ടം കാണിക്കൽ അതിലുണ്ട്, അതോടൊപ്പം ഇത് അവരുടെ വകയല്ല എന്ന് പറയൽ അതിലുണ്ട്. ആ നിലക്ക് അവരെ കളവാക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് പറയലും അതിലുണ്ട്. അങ്ങനെ അവർ കളവാക്കിയതിൻ്റെ ഒരടയാളമായിരുന്നു വഖാലു, അവർ പറയുകയും ചെയ്തു, മജ്നൂനുൻ, ഭ്രാന്തനാണ്. ജുനൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറവ് സംഭവിക്കലാണ്, ബുദ്ധി മറഞ്ഞു പോവലാണത്. ഒരു മറവ് ബുദ്ധിക്ക് ഉണ്ടാവുക. ജന്ന എന്ന് പറഞ്ഞാൽ മറയുക, മറയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നേർക്ക് നേരെയുള്ള ബുദ്ധി ഇല്ലാതെ അതിന് മറവ് സംഭവിച്ച ആൾക്കാണ് മജ്നൂൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ജിന്ന് ബാധിച്ച ആൾക്കും മജ്നൂൻ എന്ന് പറയും. ജിന്ന് ബാധിക്കുക, കാരണം ജിന്ന് ഒരാളെ ബാധിച്ചാൽ അയാളുടെ ബുദ്ധിക്കും മറവ് സംഭവിക്കും. പിന്നെ അയാൾക്ക് അയാളുടെ ഇഷ്ടമനുസരിച്ചല്ല, അയാളുടെ ശരീരത്തിൽ ബാധിച്ച ജിന്നിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അയാളുടെ ചേഷ്ടകൾ ഉണ്ടാവുക. അതുകൊണ്ടും മജ്നൂൻ, ജിന്ന് ബാധിച്ചവൻ എന്നർത്ഥത്തിൽ മജ്നൂൻ എന്ന് ഉപയോഗിക്കും, ഭ്രാന്തുള്ളവൻ എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. രണ്ടും ആശയത്തിൽ ഒന്ന് തന്നെ. സ്വാഭാവിക ബുദ്ധി നഷ്ടപ്പെട്ടവൻ എന്ന് ആ പ്രവാചകനെക്കുറിച്ച് അവർ പറഞ്ഞു. സ്വാഭാവികമായും അമ്പിയാക്കൾ ലോകത്ത് ഏറ്റവും കടുത്ത പരീക്ഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണം അമ്പിയാക്കൾക്കാണ്. അതിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ പരീക്ഷണം അതിൽ എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം മജ്നൂൻ എന്ന് പറയാൻ പൊതുവേ മനുഷ്യൻ്റെ ഒരു പ്രകൃതമനുസരിച്ച് ഒരാൾ അങ്ങാടിയിൽ വന്ന് ഉറക്കെ ഒരു കാര്യം വിളിച്ചു പറയുന്നു, അതാകട്ടെ അവരെല്ലാവരും അംഗീകരിക്കാത്തൊരു കാര്യവുമാകുന്നു. ആലോചിച്ച് നോക്കൂ ആ രംഗം. എനിക്കും നിങ്ങൾക്കും നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടൊരങ്ങാടിയിൽ പോയി ഒരു മൈക്ക് കെട്ടി വേദി ഉണ്ടാക്കി അതിലൊരു പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയല്ല ഒരങ്ങാടിയിൽ നിന്ന് ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വരൂ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയുന്നത്. അതിന് മനസ്സ് വരണമെങ്കിൽ അത്രമാത്രം മാനസിക സംഘർഷമുണ്ടാവും. ഒരാളൊരു വലിയ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം, വലിയൊരു ടീമിനെ. അതിൽ പോക്കിരികളുണ്ടാകും. പറയുന്നത് തെറ്റാണെങ്കിൽ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന, തൻ്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ആ ആയുധം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന പോക്കിരികൾ ഒരു സദസ്സിലുണ്ടാവും. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു അങ്ങാടിയിൽ ആരൊക്കെ ഉണ്ടാവും? അവരേതെല്ലാം കോലത്തിൽ പ്രതികരിക്കും. പക്ഷേ അവിടങ്ങളിൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്നത് കടുത്തൊരു പരീക്ഷണം തന്നെയാണ്. അത് അമ്പിയാക്കൾക്കുള്ള പരീക്ഷണമാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കൂ എന്നിട്ട് താക്കീത് നൽകും. അങ്ങനെ ഉക്കാളയിലും ദുൽമജാസിലും ആളുകൾ കൂടുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തൗഹീദ് പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. എല്ലാ റസൂലുകളും ചെയ്തത് വലിയ കാര്യമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ അടുക്കൽ പോയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട്. എത്രമാത്രം ഭയപ്പാടുണ്ടാകും! കാരണം ആ ഫിർഔനിനെ പേടിച്ചിട്ടാണ് ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, പേടിച്ചിട്ടും താനെ ഏത് നിമിഷവും പിടികൂടാം. അതാണ് യതറഖബ് എന്ന് പറഞ്ഞാൽ. ഏത് നിമിഷവും തന്നെ അന്വേഷിച്ച് കണ്ടെത്താമെന്ന പേടിയിലാണ് മൂസാ നബി മദിയനിലേക്ക് പോകുന്നത്. അതേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് 8 വർഷം മദിയനിൽ നിന്നതിന് ശേഷം, അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോകണം. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഫിർഔൻ്റെ അടുക്കലേക്ക് പോകണം, കാരണം അവൻ വലിയ അതിക്രമിയായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരാൾക്ക് പോകാനുള്ള പ്രേരണയെ തടയാണ് ചെയ്യുന്നത്. വലിയൊരു പോക്കിരിയാണ്, അവൻ്റെ അടുത്തേക്ക് പോവരുത് എന്നല്ലേ പറയുക? അള്ളാഹു നേരെ തിരിച്ചാ പറയുന്നത്, വമ്പിച്ച പോക്കിരിയും അക്രമിയുമാണ്, അതുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് പോകണം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവേ പേടിയാകുന്നു. കാരണം എങ്ങനെയാണ് അവൻ്റെ അടുക്കലേക്ക് പോകുക? മാത്രമല്ല, എന്നെക്കുറിച്ചൊരു ആരോപണവും, ഒരു ആരോപണമല്ല, ഇങ്ങനൊരു കൊല നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രതികാരവും ഫിർഔനിൻ്റെ മനസ്സിലുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ ഞാൻ എങ്ങനെ പോകും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറ. എല്ലാം കേട്ടും കണ്ടും നിങ്ങളുടെ രണ്ടാളുടെ കൂടെ ഞാനുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, പോയിക്കോളൂ. എന്നാലും മനുഷ്യൻ എന്നുള്ള നിലക്ക് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോവുക എന്നുള്ളത് കടുത്ത പരീക്ഷണമാണ്. അപ്പോൾ അങ്ങാടികളിൽ നിന്നുകൊണ്ടും മറ്റുമൊക്കെ ഈ നിലക്ക് വിളിച്ചു പറയുക എന്നുള്ളത് വലിയ പരീക്ഷണമാണ്. ചിലരൻ പറഞ്ഞേക്കാം, ഇവന് ഭ്രാന്താണ്, അങ്ങനെ പറയും. അപ്പോൾ അവർ അനുഭവിച്ച വേദന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അവർ പറയുന്നത്, നബിയെ, താങ്കളുടെ ഹൃദയത്തിന് ഞെരുക്കമുണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ആ നിലക്കുള്ള ആരോപണങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ച് സുജൂദിൽ വീണ് കഴിഞ്ഞോ? മരിക്കുന്നത് വരെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചോ? അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതാണ്. അങ്ങനെ അവർ ഒന്നാമത്തെ റസൂലിനോട് തന്നെ അവർ പറഞ്ഞു, വഖാലു മജ്നൂനുൻ, ഭ്രാന്തനാണ്. വസ്തുജിറ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആട്ടിയകറ്റപ്പെട്ടു എന്നാണ് പറഞ്ഞു. എറിഞ്ഞുകൊല്ലും, ഈ ദഅവത്ത് നിർത്തണം, താങ്കളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുന്നതാണ്, ഇല്ലെങ്കിൽ ദഅവത്ത് പ്രബോധനം നിർത്തണം, ഈ തൗഹീദ് പറയൽ നിർത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കും, എറിഞ്ഞുകൊല്ലും. പല നിലക്കുമുള്ള ഭീഷണികൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലുകൾക്ക് ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. അതാണ് വസ്തുജിർ, അദ്ദേഹം മാട്ടിയകറ്റപ്പെട്ടു. അതെത്ര കാലം? 950 വർഷം. 950 വർഷം. നമുക്ക് ഊഹിക്കാനോ സങ്കല്പിക്കാനോ വിശ്വസിക്കുവാനോ പറ്റാത്ത അത്രയും വലിയ മാനുഷികമായ കരുത്തും സബറും കാലഘട്ടവും. അങ്ങനെ 950 വർഷത്തിന് ശേഷമാണ് ഒരു ദുആ വരുന്നത് തന്നെ. ഫദഅ റബ്ബഹു, അങ്ങനെ അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ചു എന്നാണ്. ഫദഅ റബ്ബഹു, അവിടെ അള്ളാഹുവിനെ വിളിച്ചു എന്ന് പറയാതെ റബ്ബെന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മാണ് ഉപയോഗിച്ചത്. കാരണം രക്ഷിതാവ്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. ഇനി രക്ഷിക്കണേന്ന് പറയാൻ രക്ഷിതാവല്ലാതെ വേറെ ആരാണുള്ളത്? അതുകൊണ്ടാണ് ദുആയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കാണിക്കുന്ന ഇസ്മ, അതാണ് റബ്ബ്. ഖുർആനിൽ റബ്ബി, റബ്ബന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഇങ്ങനെ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, ഖാല റബ്ബി ശറഹ് ലി സദ്രി. റബ്ബ് റബ്ബ് റബ്ബ്, കാരണം അത് റബ്ബിൻ്റെ റുബൂബിയത്തിനെ കാണിക്കുന്നു. ഞാനാണ് രക്ഷാധികാരി, ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ അധികാരി. എന്നോട് ദുആ ചെയ്താൽ ഞാൻ കൃത്യമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ടാണ് ഫദഅ റബ്ബഹു. അത് സൂറത്ത് നൂഹിൽ പറയുന്നുണ്ട്, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. അവിടെ റബ്ബ് എന്നാണ് വിളിച്ചത്. ഫദഅ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ചു ദുആ ചെയ്തു. എന്താ പറഞ്ഞത്? അന്നി മഗ്ലൂബുൻ, അല്ലാഹുവേ ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നാനാ ഭാഗത്തു നിന്നും വിമർശനങ്ങളും കുത്തുവാക്കുകളും ഉപദ്രവങ്ങളുമായി അദ്ദേഹവും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച വളരെ കുറഞ്ഞ എണ്ണത്തിലുള്ള മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ അവർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതാണ് അന്നി മഗ്ലൂബുൻ. ഗലബ എന്ന് പറഞ്ഞാൽ അതിജയിക്കുക എന്നാണ്. ഗലബ യഗ്ലിബു ഗൽബൻ വഗലബൻ വഗലബതൻ. അതിൻ്റെ മസ്ദർ 3 രൂപത്തിലാണ്, ഗൽബൻ വഗലബൻ വഗലബതൻ. അന്നി മഗ്ലൂബുൻ,
ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഫൻതസിർ, അതിനാൽ നീ രക്ഷാ നടപടി സ്വീകരിക്കണമേ. നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം, ഇൻതസറ എന്ന് പറഞ്ഞാൽ രക്ഷാ നടപടി സ്വീകരിക്കുക. ഇൻതസറ യൻതസിറു ഇൻതിസാറൻ, രക്ഷാ നടപടി സ്വീകരിക്കൽ. എങ്കിൽ ഫൻതസിർ, നീ നിൻ്റെ അടിമയെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമേ. നീ നിൻ്റെ അടിമകളെ അഥവാ നിന്നിൽ വിശ്വസിച്ച വിശ്വാസികളെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമേ. നിൻ്റെ മതത്തെ, തൗഹീദിനെ, ഇസ്ലാമിനെ രക്ഷിക്കാനുള്ള നടപടി നീ സ്വീകരിക്കണമേ. അതാണ് ഫൻതസിർ. അത് കേവലമുള്ള ഒരു സഹായമാണ് ചോദിക്കുന്നതെങ്കിൽ ഫൻസുർ, ഫൻസുർ നീ എന്നെ സഹായിക്കണേന്നാണ് പറയാം. അവിടെ വ്യക്തിപരമായൊരു സഹായം എന്നതിനപ്പുറത്ത് തഫ്സീറുകളിൽ കാണുന്നത് ഇൻതസിർ ദീനക്, നിൻ്റെ ദീനിനെ റബ്ബെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമു പോലും ഇവർക്കെതിരിൽ പ്രാർത്ഥിച്ചത് എന്തിനാണ്? പേഴ്സണലി ആയിരുന്നില്ല അത് എന്നാണ്. ഒരു നബിയും തൻ്റെ ആവശ്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? ഇന്നക ഇൻ തദറുഹും യുദില്ലു ഇബാദക് വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. അല്ലാഹുവേ, ഇവരെ നീ ഇനിയും നിലനിർത്തിയാൽ ഇവർ ഒരു ജനതയെ മുഴുവൻ ഒന്നടങ്കം വഴിപഴപ്പിക്കും. ഇനിയും വരുന്ന തലമുറകൾ വഴിപിഴച്ചുകൊണ്ടേയിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. കാരണം ഇതുപോലൊരു ടീം നാടിനാപത്തായത് കൊണ്ടാണ്. അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നുള്ള കേവല പേഴ്സണലായിട്ടുള്ളൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഫൻതസിർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫൻതസിർ, ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു റബ്ബേ, അതുകൊണ്ട് ഫൻതസിർ. ഈ ദഅവത്ത് എത്തിക്കുന്നതിൽ എനിക്കൊരുപാട് പ്രയാസങ്ങൾ, ഇവരെപ്പോലൊരു ടീം ഇനി ഉണ്ടായാൽ രക്ഷയില്ല എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അള്ളാഹുവിനോട് രക്ഷാ നടപടിക്ക് വേണ്ടി ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ദെൻ, അപ്പോൾ ആ സന്ദർഭത്തിൽ ഫതഹ്ന, നാം തുറക്കുകയുണ്ടായി. ഫതഹ യഫ്തഹു ഫത്ഹൻ, ഫഫതഹ്ന, അപ്പോൾ നാം തുറന്നു. അബ്വാബ സമാ, ബാബിൻ്റെ ജംആണ് അബ്വാബുൻ, വാതിലുകൾ. അസ്സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ നാം തുറന്നു. ഉപരിലോകത്തിൻ്റെ വാതിലുകൾ നാം തുറക്കുകയുണ്ടായി. ആകാശത്തിന് വാതിലുകളുണ്ട് എന്ന് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം വാതിലുകൾ ഉപരിലോകത്തേക്കുണ്ട്. മലക്കുകൾക്ക് ഇറങ്ങി വരാനും കയറാനും, അള്ളാഹുവിൻ്റെ അമ്രുകൾ ഇറങ്ങി വരാനും കയറാനും, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉപരിലോകത്ത് നിന്നുള്ള ശിക്ഷകൾക്ക് വരാനും കയറിപ്പോകാനുമുള്ള മആരിജുകൾ അത് ആകാശലോകങ്ങൾക്കുണ്ട്. ചില മലക്കുകൾ അതിൽ നിന്ന് ചില പ്രത്യേക വാതിലിലൂടെ വന്നിട്ടുണ്ട്. ആ വാതിൽ അതിനു മുമ്പും അതിന് ശേഷവും തുറക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെ ചില വാതിലുകളുണ്ട്. അങ്ങനെ ആകാശലോകത്തിന് ഒരുപാട് വാതിലുകളുണ്ട്. ആ വാതിലുകൾ അള്ളാഹു തുറന്നത് എങ്ങനെയാണ്? ബിമാഇൻ, വെള്ളം കൊണ്ട് തുറന്നു. എങ്ങനെയുള്ള വെള്ളം? മുൻഹമിർ. ഇൻഹമറ എന്ന് പറഞ്ഞാൽ സാല ബിഖുവ, അതിശക്തമായി ഒഴുകുന്നതിനാണ് ഇൻഹമറ എന്ന് പറയാം. ഇൻസബ്ബ, ഇൻസകബ, ഇൻസബ്ബ, ശക്തമായി ചൊരിയുക. അപ്പോൾ ഇൻഹമറ യൻഹമിറു ഇൻഹിമാറൻ, ഇൻഹമറ യൻഹമിറു ഇൻഹിമാറൻ, ശക്തമായി ഒഴുകുന്ന, ശക്തമായി കുത്തിയൊലിക്കുന്ന, കുത്തിച്ചൊരിയുന്ന, കോരിച്ചൊരിയുന്ന മഴ. നമ്മൾ പറയല്ലോ കോരിച്ചൊരിയുന്ന മഴ. അതിൻ്റെ അർത്ഥം എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വെള്ളം വരിക എന്നുള്ളതാണ്. മഴ വ്യത്യസ്ത രൂപം സ്റ്റൈലുള്ള മഴ നമ്മൾ കാണുന്ന നമുക്ക് അനുഭവമാണ്. ചെറിയ ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതിൻ്റെ മേലെ ഉള്ളതും ഒന്നുണ്ട്, അതിനേക്കാൾ ശക്തമായ മറ്റൊന്നുണ്ട്. അപ്പോൾ ഇത് ശക്തമായ മഴയായിരുന്നു. മാത്രമല്ല ഇവിടെ ഫതഹ്ന അബ്വാബ സമാ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാതിലുകളെ, ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കുത്തിച്ചൊരിയുന്നൊരു മഴ വന്നു എന്നാണ്. ചില തഫ്സീറിൽ കാണാം അന്ന് മഴമേഘങ്ങളെ ഉണ്ടായിരുന്നില്ല എന്നാണ്. കാരണം അത് മേഘത്തിൽ നിന്ന് വന്ന മഴയല്ല. അതിനപ്പുറത്ത് ഉപരിലോകത്തൊരു മഴ, ഉപരിലോകത്ത് വലിയ ജലാശയമുണ്ട്. ആ ജലാശയത്തെ അള്ളാഹു തുറന്നു വിട്ടതാണ്. അള്ളാഹുവിൻ്റെ അർശ് പോലും മറ്റൊരു ജലാശയത്തിൻ്റെ മേലാണ്.
വക്കാന അർശുഹു അലൽ മാ. ആകാശലോകത്ത് 7 ആകാശങ്ങൾക്കപ്പുറത്തു വലിയ പ്രപഞ്ചത്തെ മുഴുവൻ വലയം ചെയ്ത് നിൽക്കുന്ന വലിയൊരു ജലാശയമുണ്ട് എന്നാണ്. ആ ജലാശയത്തിൻ്റെ മേലെയാണ് അള്ളാഹുവിൻ്റെ അർശ്. അത് ഖുർആനിലും സ്ഥിരപ്പെട്ടതാണ്, ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെയൊന്ന് ആകാശലോകത്തുണ്ട്. എന്നാൽ ആ വെള്ളത്തിൽ നിന്നാണ് ഇത് എന്ന് നാം തീർച്ചപ്പെടുത്തി പറയുന്നില്ല. മറിച്ചു നാം അറിയാവുന്ന പ്രതിഭാസപ്രകാരം തന്നെ ഉപരിലോകത്ത് തങ്ങി നിൽക്കുന്ന ഒരു വലിയ ജലാശയ ലോകമുണ്ട്. മേഘങ്ങളെ കൊണ്ട് മഴ പെയ്യിപ്പിക്കാനും മേഘങ്ങളില്ലാതെ മഴ പെയ്യിപ്പിക്കുവാനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതങ്ങനെയായിരുന്നു എന്നാണ്. അതുകൊണ്ടൊരു മേഘത്തിൽ നിന്ന് വരുന്ന സ്റ്റൈലായിരുന്നില്ല എന്നാണ്. ബിമാ ഇൻ മുൻഹമിർ, എവിടെ നിന്നോ എന്തോ തുറന്നു വിട്ടതുപോലെയായിരുന്നു എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീർന്നില്ല. വഫജ്ജർനൽ അർള ഉയൂന. ഫജ്ജറ യുഫജ്ജിറു തഫ്ജീറ. ഫജ്ജറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരുക എന്നാണ്. ഇൻഷഖ. വഫജ്ജർനൽ അർള. ഫജ്ജറ യുഫജ്ജിറു തഫ്ജീറൻ. വഫജ്ജർനൽ അർള, ഭൂമിയെ നാം പൊട്ടിപ്പിളർത്തി. എങ്ങനെ? ഉയൂനൻ, ഉറവകളും അരുവികളുമായി. ഐന് എന്ന് പറഞ്ഞാൽ ഉറവ, അരുവി. ഉറവയിൽ നിന്നാണ് അരുവി ഉണ്ടാകുന്നത്. ഉയൂൻ, ഐനുൻ ജംഉഹു ഉയൂനുൻ. അരുവികളും ഉറവകളും. ഇവിടെ ഉറവകളാണ് ഉദ്ദേശം. വഫജ്ജർനൽ അർള ഉയൂനൻ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വഫാറത്തൻ നൂർ, അടുപ്പിൽ നിന്ന് വരെ ഉറവ് പൊട്ടിന്നാണ്. യഥാർത്ഥത്തിൽ അടുപ്പ്, മനുഷ്യൻ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുപ്പ് ഉറവയുടെ സ്ഥലമല്ല, അവിടെ തീയിൻ്റെ സ്ഥലമാണ്. മൗദി ഉന്നാർ, തീയുടെ സ്ഥലത്ത് നിന്ന് പോലും അള്ളാഹു വെള്ളത്തെ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയുള്ള അരുവിയാണ്, സാധാരണ നിലക്കുള്ളതല്ല. ഏതുപോലെ? ആ മഴയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകം അള്ളാഹു കൊണ്ടുവന്നൊരു സംഭവമാണത്. അതിനു മുമ്പോ അതിനു ശേഷമോ തത്തുല്യമായൊരു പ്രളയം ലോകത്തുണ്ടായിട്ടില്ല എന്നതാണ്. അതിൽ ഇത്തിഫാഖുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായ ആ പ്രളയം പോലെ ഒന്ന് അതിനു മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. സാധാരണ നാം കാണുന്ന വെള്ളപ്പൊക്കങ്ങളൊക്കെ 1 ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട് ആ വെള്ളം ഇറങ്ങും. കാലങ്ങളോളം നിന്നിരുന്നു എന്ന് പറയപ്പെടും. ചിലയിടങ്ങളിൽ അന്ന് പൊന്തിയ വെള്ളം കാലങ്ങളോളം നിന്നിരുന്നു. അതുകൊണ്ടാണ് കടലിനടിയിലുള്ള സ്ഥലങ്ങൾ പോലെ ധാരാളം സ്ഥലങ്ങൾ അറേബ്യൻ പ്രദേശങ്ങളിൽ കാണുന്നത് വർഷങ്ങളോളം അവ വെള്ളത്തിനടിയിലായിരുന്നു. പിന്നീട് വെള്ളം അന്നിറങ്ങി, പിന്നീട് മെല്ലെ മെല്ലെ ആ ഇറങ്ങൽ യുഗങ്ങളെടുത്തുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുന്നു. അല്ലാഹു അഅലം. അങ്ങനെ ഫൽതഖൽ മാഉ, വെള്ളം കണ്ടുമുട്ടി. ഇൽത്തക്ക എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ ഒന്നിലധികം ഉണ്ടാകുമ്പോഴേ ഇൽത്തക്ക എന്ന വേർഡ് ഉപയോഗിക്കുള്ളൂ. ഇൽത്തക്ക, യൽത്തഖി, ഇൽത്തിഖാൻ, കണ്ടുമുട്ടുക. അപ്പോൾ വെള്ളം കണ്ടുമുട്ടി, അവിടെ ജംആയിട്ട് തന്നെ ഉപയോഗിച്ചത്. അവിടെ മാഇന് ജംഇൻ്റെ അർത്ഥമാണ്. വെള്ളം കണ്ടുമുട്ടി. ഏതാണ് ഈ കണ്ടുമുട്ടിയത്? ഒന്ന് ആകാശലോകത്ത് നിന്ന് വന്നതും മറ്റൊന്ന് ഭൂമിയിൽ നിന്ന് വന്ന ഉറവയും, രണ്ടും കൂടി ഭൂമിയുടെ പ്രതലത്തിൽ സമ്മേളിച്ചു എന്നാണ്. ഫൽതഖൽ മാഉ അലാ അംരിൻ, ഒരു കാര്യത്തിൽ അവർ ഒരുമിച്ചുകൂടി, സമ്മേളിച്ചു. ഖദ് ഖുദിറ, അത് നേരത്തെ തന്നെ. ഖദ് പാസ്റ്റിൽ ഒരു കാര്യം സംഭവിച്ചതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന, തീർച്ചയായും സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന വേർഡാണ് ഖദ് ഖുദിർ. ഖദറ യഖ്ദിറു ഖദറൻ, കണക്കാക്കുക, ഖദറാക്കുക. ഖദ് ഖുദിർ, അത് കണക്കാക്കപ്പെട്ട കാര്യമാണ്. എവിടെ? ഫി അൽ-ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു നേരത്തെ തന്നെ ഖദറാക്കിയ വിഷയമാണ്. ആ ഖദറാക്കിയ ആ വലിയ ജലപ്രളയം, അതാണ് അല അമ്ര എന്ന് പറഞ്ഞത്. അവിടുത്തെ അമ്ര ആ വലിയ പ്രളയമാണ്. ആ വലിയ പ്രളയമാകുന്ന കാര്യം നേരത്തെ തന്നെ അള്ളാഹു ഖദറാക്കിയതാണ്. വമ്പിച്ചതായ ആ ഒരു നാശനഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഖദറാക്കിയതാണ്. ഈ പ്രളയത്തെ സംബന്ധിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ധാരാളം പരാമർശങ്ങളുണ്ട്.
ഈവൻ ലോകത്ത് സംഭവിച്ച ആ ഒരു മഹാപ്രളയം ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും സമാനമായി ലോകത്ത് നടന്ന, യുഗങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ പ്രളയത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ട്. ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കണക്കാക്കിയ ഖദ് ഖുദിർ, അത് കണക്കാക്കപ്പെട്ടതാണ്. ആ കണക്കാക്കപ്പെട്ട വലിയ പ്രളയത്തിനു വേണ്ടി ആകാശത്തെയും ഭൂമിയിലെയും ജലാശയങ്ങൾ കണ്ടുമുട്ടി എന്നാണ്. ഫൽതഖൽ മാഉ, മഴയുടെയും ഉറവിൻ്റെയും വെള്ളം കണ്ടുമുട്ടി. അങ്ങനെ എല്ലാവരും, നിഷേധികളെല്ലാം അന്ന് മുങ്ങി മരിച്ചു, എല്ലാവരും മുങ്ങി മരിച്ചു. എന്നാൽ വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിക്കുകയുണ്ടായി. ഹമല യഹ്മിലു ഹംലൻ, ഹമല എന്ന് പറഞ്ഞാൽ വഹിക്കുക. അവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വഹിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാത്രമാണോ രക്ഷപ്പെടുത്തിയത്? അല്ല, നൂഹ് നബിയുടെ കൂടെ വിശ്വസിച്ചവരെയും ഈവൻ ജീവജാലങ്ങളെ വരെ, മൃഗങ്ങളെ വരെ ഈ 2 ജോഡികളായി ആ കപ്പലിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹമൽനാഹു എന്ന് പ്രത്യേകം പറയാൻ കാരണം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആത്യന്തികമായി നിഷേധിക്കപ്പെട്ടത് നൂഹ് നബിയാണ്. ആത്യന്തികമായ സഹായത്തിന് വേണ്ടി ദുആ ചെയ്തത് നൂഹ് നബിയാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രത്യേകം പരാമർശിച്ചു എന്ന് മാത്രം. വഹമൽനാഹു, അങ്ങനെ നാം അദ്ദേഹത്തെ വഹിക്കുകയുണ്ടായി. എന്തിലാണ് വഹിച്ചത്? അലാ ദാത്തി അൽവാഹ്, അൽവാഹുകളുള്ള ഒന്നിൽ. ലൗഹിൻ്റെ ജംആണ് അൽവാഹ്. ലൗഹ് എന്ന് പറഞ്ഞാൽ പലക, പലകകൾ, മരപ്പലകകൾക്ക് ലൗഹ് എന്ന് പറയും. അതിൻ്റെ ജംആണ് അൽവാഹുൻ, മരപ്പലകകൾ ഉള്ള ഒന്നിൽ. അതേപോലെ തന്നെ വദുസുർ, ദുസുർ എന്ന് പറഞ്ഞാൽ ദിസാറിൻ്റെ ജംആണ് ദുസുർ. ദിസാറിൻ്റെ ജംആണ് ദുസുർ. എന്താണ് ദിസാർ എന്ന് പറഞ്ഞാൽ? അദ്ദിസാറു മിസ്മാറുൻ മുഹദ്ദദു ത്വറഫൈനി യുദമ്മു ബിഹി ലൗഹുൻ ഇലാ ആഖർ ബിഇദ്ഖാലി ത്വറഫൈഹി ഫിൽ ലൗഹൈൻ. 2 പലകകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി 2 അറ്റവും കൂർത്തതായി ഉപയോഗിക്കുന്ന ഏതൊരു കയറും ചങ്ങലയും, അത് ഇരുമ്പ് കൊണ്ടുള്ളതാവാം, ഫൈബർ കൊണ്ടുള്ളതാകാം. ഫൈബർ കൊണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വലിയ കയറുകൾ, ഇരുമ്പിൻ്റെ ചങ്ങലകളുമാവാം. അപ്പോൾ വലിയ പലകകൾ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണികൾ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ആണികൾ, മരത്തിൻ്റെ ആണികൾ, 2 പലകകളെ ചേർത്ത്. അപ്പോൾ ആണികളാവാം, കയറുകളാവാം, ചങ്ങലകളാവാം. ദുസുർ എന്ന് പറഞ്ഞാൽ പൊതുവെ അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സഫീന, കപ്പൽ എന്ന് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രത്യേകം ദാത്തു അൽവാഹിൻ വദുസുർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കപ്പലിൻ്റെ ഒരു പ്രാഥമിക അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ്. കുറച്ച് പലകകൾ, ആ പലകകൾ കൂട്ടി ചേർത്ത് കെട്ടിയിട്ടുള്ളൊരവസ്ഥ, അല്ലാതെ വലിയൊരു സംവിധാനമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ആ സഫീനത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ കപ്പലുണ്ടാക്കുമ്പോൾ പോലും അവർ കളവാക്കിക്കൊണ്ടിരുന്നു എന്നാണ്, പരിഹസിച്ചു കൊണ്ടിരുന്നു. ഒരു മഴയൊന്നുമില്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഇവിടെ എന്തിനാണ് ഈ കപ്പൽ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളെക്കുറിച്ച് അവർക്കെന്തറിയാം? റഹ്മാനായ റബ്ബിൻ്റെ മക്കറിനെക്കുറിച്ച് അവർക്കെന്തറിയാം? വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. അപ്പോൾ അവരുടെ തക്ദീബ് വർദ്ധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടായി. എന്നാൽ ദഅവത്ത് നടത്തിയ പ്രവാചകനെയും അള്ളാഹുവിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിച്ചു. അലാ ദാത്തി അൽവാഹിൻ വദുസുർ, പലകകളുള്ള, ആ പലകകൾ കൂട്ടിച്ചേർക്കാനുള്ള ആണികളോ ഫൈബറിൻ്റെ കയറുകളോ എല്ലാമുള്ള ആ ഒരു കപ്പലിൽ നാം അദ്ദേഹത്തെ വഹിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും
മനസ്സിലാക്കുകയും ഇരുലോകത്തും അതിൻ്റെ ബറക്കത്തുകൾ നേടിയെടുക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.